പിന്നെ നമ്മള് ഡൽഹിയിലെത്തിയിട്ട് ഇവിടെ നമ്മളെ ബസ് 6:30 വരത്തുള്ളൂ. നമ്മൾ പക്ഷെ ഇപ്പൊ ന്യൂ അരുണാനഗറിലൂടെ വയ്ക്കും. കുറേ നേരമായി. ഇപ്പൊ സമയം 5:45 ഇനി നമ്മൾ കുറച്ച് നാളും കൂടെ നിൽക്കണം. ഇവിടെ നമ്മളെ ഒരു അപ്പൂപ്പ ഇവിടെ പിടിക്കും. ഇട്ടിരിക്കണതാണ് നമ്മുടെ അപ്പൂപ്പൻ. ഈ അപ്പൂപ്പൻ നമ്മളെ പിടിച്ചവിടെ ഇരുന്ന് ഞങ്ങളാണെങ്കിൽ കേട്ടോ അത് കേൾക്കാത്ത വടി ബാഗിൽ ലഗേജ് വലിയവരുണ്ട്. 6:30 നമ്മുടെ വണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ അപ്പൂപ്പൻ്റെ ഇവിടെ ഒരു ചായക്കട ഉണ്ട്. അപ്പൊ നമുക്ക് ചായ കുടിക്കണം. ഇതൊക്കെ ഓംപ്ലേറ്റ് വേണം. നമ്മുടെ ബസ് ഒരു മലയാളിയാണ്. ഒരു അതെ, നമുക്കൊരു കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ബൈയാണ്. ആകെ ഒരു തമിഴൻ ചേട്ടന് മാത്രമേ അവരല്ല ഒന്നും കൂടെ എന്നാലും ഓൾമോസ്റ്റ് മലയാളീസാണ്. നല്ല ബസ്സാണ്. ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിലാണ്. ഇത് നല്ല വ്യൂ. അങ്ങനെ ഫൈനലി 6:30 വരുമെന്ന് പറഞ്ഞ ബസ് 7 മണി 7:05 ആയപ്പോഴേക്കും ബസ് എത്തി. നമ്മളിപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട്. 7 മണിക്ക് പുറപ്പെടുന്ന പറഞ്ഞത് ബസ് ഇവിടെ പുറപ്പെട്ടിട്ടില്ല. ഇപ്പൊ സമയം 7:25. ഇതിൽ ഏറ്റവും നല്ലത് നല്ല വ്യൂ ആണെങ്കിൽ ആൾക്കാരുടെ കാണാം. അപ്പൊ നമുക്കായിരിക്കും ഏറ്റവും നല്ല വ്യൂ കിട്ടണേ. കിട്ടും, ഫ്രണ്ടിലും കിട്ടും, ഫ്രണ്ടിലും സൈഡും ഫ്രണ്ട് കിട്ടും. ബസ് നീ അവിടെ എത്തിയിട്ട് കാണാം. മലയാളി അങ്ങനെ നമ്മൾ മണാലി എത്തി. ഭയങ്കര അടിപൊളി വ്യൂ. അടിപൊളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടോട്ട് നോക്കണം വരത്തില്ല. അവിടെ നോക്കണോ, ഫ്രണ്ടിലോട്ട് നോക്കണോ, സൈഡിലോട്ട് നോക്കണോ അറിയത്തില്ല. അത്ര നല്ല വ്യൂ ആണ്. ഒരുപാട് വീഡിയോസ് എടുത്തു. സൺറൈസ് ഇങ്ങനെ മറ്റേ മഞ്ഞുമല്ലിലോട്ട് ഇങ്ങനെ തട്ടിയിട്ട് ഭയങ്കര രസം. ഇപ്പോഴും സ്നോഫോൾ ഇല്ല, തണുപ്പാ. പക്ഷെ നമുക്ക് പറ്റത്തില്ല. ഇവർക്ക് ഇതാ ഓക്കെ ആണെന്ന് തോന്നി. കാരണം ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബാഗിലുള്ളതായതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല. കൈയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഫ്രണ്ടായിട്ട് ചുരുങ്ങി ഇരിക്കണ പോലെ. അപ്പൊ ഞങ്ങൾ ഗ്ലൗസ് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. നല്ല റൂമാട്ടോ. ഇപ്പൊ കുറച്ച് അലങ്കാരമായിട്ട് കാരണം ഫ്രഷ് ആവാനായിട്ട് കയറാൻ പോകും. പിന്നെ ഈ ഞാൻ പറഞ്ഞു ഗ്ലൗസും സോക്സും ഒക്കെ പെട്ടിക്കാതായിരുന്നു. അതൊക്കെ എടുത്ത് പുറത്തെടുത്തു. പിന്നെ തെർമല് അതെല്ലാം പുറത്തെടുത്തു. ജാക്കറ്റും എല്ലാം പുറത്തെടുത്തു. ബെഡ് ഇങ്ങനെ അലങ്കോലമായിട്ടിരിക്കുന്നത്. പിന്നെ ഒരാൾ ഫ്രഷ് ആവാൻ കയറിയിരിക്കുക. നല്ലൊരു കുഞ്ഞു റൂമാണ്. ഈ ബെഡൊക്കെ നല്ലതായിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുളമാക്കിയത്. ഇപ്പം അത്യാവശ്യം ഇടേണ്ട സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടേക്കുവാണ്. അതാണ് റൂം. ഹീറ്ററില്ല, ഫാനുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയാം. ഉണക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു ബാത്റൂം ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഈ റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യൂ ആണ്. നമ്മൾ താഴെ നമ്മുടെ വോൾറോബ്സ് താഴെ വന്നിട്ട് ഡ്രൈവർ അവിടെ നമ്മളെ പിക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന മലയുടെ അത് അത്യാവശ്യം നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ നിന്നപ്പം. പക്ഷെ നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്ത് പിന്നെയും മുകളിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ വ്യൂ കുറച്ചുകൂടെ നമുക്ക് അടുത്തായി. പക്ഷെ നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ വ്യൂ കാണിക്കുക ഒരു മിനിറ്റ്. ബാൽക്കണിയുടെ ഡോറാണ് ഇത്. തുറക്കുമ്പം വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്കറിയത്തില്ല ക്യാമറയിൽ അത് എത്രത്തോളം ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു രക്ഷയില്ല. ഞാൻ സത്യം പറയാമല്ലോ, ബാൽക്കണി കണ്ടിട്ട് ഞാൻ തുള്ളിച്ചാടുമായിരുന്നു. അത്രയും ഭംഗിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എനിക്കറിയത്തില്ല, ഈ മരമൊക്കെ കണ്ടോ, നല്ല ഭംഗിയാട്ടോ. ഈ മരം സെയിം തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് ഫുള്ള് മരമാണ്. ഇവിടെ ഒക്കെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയണ്ട, മല ഇങ്ങനെ മഞ്ഞോണ്ട് മൂടിക്കിടക്കുവാണേ. പിന്നെ ഇവിടെ വേറൊരു വ്യൂ വരുന്നത് വെച്ചാൽ ഈ വിൻഡോയിലാണ്. ഈ വിൻഡോയിലെ വ്യൂവും അടിപൊളിയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട സംഭവം തന്നെ. ഇത് എങ്ങനെ ഓപ്പൺ ആക്കണമെന്ന് എനിക്കറിയാം. എനിക്കുള്ളതിൻ്റെ യെസ്, ഇവിടുത്തെ വ്യൂ ആണിത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കഴിച്ചിട്ട് ഇന്നെന്തോ സൈഡ് സീയിങ്ങോ അങ്ങനെ എന്തോ ആണ് സംഭവം. ഇപ്പോൾ ഡ്രൈവറിനോട് 10 മണി 10:30 ആകുമ്പോൾ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സമയം 8 മണിയായി. നമ്മളൊന്ന് ഫ്രഷായി ഒന്ന് സെറ്റായിട്ട് ഡ്രൈവറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ
ഞങ്ങള് ഫ്രഷായി തെർമലിട്ട് സ്വെറ്റർ ഇട്ട് ഇനിയും ജാക്കറ്റും ഉണ്ട്, അതിട്ടിട്ടില്ല, അത് പുറത്തിറങ്ങുമ്പോൾ ഇടാന്ന് വെച്ച്. പിന്നെ ഗ്ലൗസ് ഇടണം. സോക്സ് ആയിട്ടുണ്ട്, നീ ഇട്ടിട്ടുണ്ടോ? സോക്സ് ഇട്ട് ഷൂവും ഗ്ലൗസും ജാക്കറ്റും മാത്രമേ ഇടാനുള്ളൂ. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ചായയും കോഫിയും ബ്രെഡ് ഓംപ്ലേറ്റും ബ്രെഡ് ടോസ്റ്റും. എനിക്കാണെങ്കിൽ കഴിക്കാനേ തോന്നുന്നു, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യം ചായയും തുടങ്ങാതെ വെച്ച്. അമ്മേ അങ്ങനെ കഴിച്ച് നമ്മൾ സൈറ്റ് സീയിങ്ങിന് വന്നായിരുന്നു. നമ്മുടെ ഫസ്റ്റ് പ്ലേസ് ആടുമാറ്റമ്പള. അപ്പോൾ വണ്ടി താഴെ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നടക്കണം ഒരു 2-3 മിനിറ്റത്തേക്ക്. അപ്പം ആദ്യം തന്നെ കണ്ടത് മറ്റേന്ന് അതിന് തന്നെ എക്കോ യാക്കാന്ന് തോന്നുന്നു, അതിനടക്കണ്ട്. അതിന് വണ്ടിക്ക് പോകുന്നതിന് 300. ആ അങ്ങനെ നമ്മൾ നെടുമ്പാറ്റമ്പലെത്തി. അതിന് ഞാൻ പറഞ്ഞില്ല ഒരു 3 മിനിറ്റ് വോക്ക് ഉണ്ടായിരുന്നു. എത്തി, പക്ഷെ ഇവിടെ വന്നപ്പം ഇവിടെ ക്യൂവിൽ തോന്നുന്നു അത്യാവശ്യം ക്യൂ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തോന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ കുറേ ആൾക്കാർ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുപ്പിക്കുന്ന സംഭവമുണ്ട്, അതെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരെത്രയാണ് അതിന് ചാർജ് പറയുന്നത് നോക്കട്ടെ. ഇത് അവർ 100 രൂപ പെർ പേഴ്സൺ. പിന്നെ ഫോട്ടോ എടുത്തതിന് നല്ല റേറ്റ് ആയിട്ടുണ്ട്. അതത്ര എനിക്ക് ഫോട്ടോന്ന് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഫോട്ടോ, പക്ഷേ പെർ ഫോട്ടോയാണ് 40. അപ്പോൾ നമ്മൾ അവസാനം ഫൈനൽ ഏതാണ്ട് 20 ഫോട്ടോ എങ്ങാണ്ട് ചെയ്തു. നമ്മൾ കുറച്ച് ബാർഗൻ ചെയ്ത് 700 രൂപ കൊടുത്തു. ഇവിടെ എല്ലാവരും തന്നെ ആഷ്മി ബാക്കിൽ ഫ്ലവറൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ കുറച്ച് മൂഡൗട്ടാ. എന്തോ ഒരു പ്രശ്നം ആ ഫോട്ടോഗ്രാഫർ ചിരിക്കുന്നില്ല എന്ന് പറയായിരുന്നു. ഞാൻ പറ്റും പറ്റുന്ന അത്രയും ചിരിച്ചു. ഹലോ, അപ്പോൾ നമ്മുടെ Day 2 ആണ്. ഇന്നലെ രാത്രി സൈറ്റ് സീയിങ് ആയിട്ട് പോയിട്ട് വന്നിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എനിക്ക് വയ്യായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് അനങ്ങാനേ വയ്യ, ബേട്ടിലൊട്ടുമ്പെന്ന് പറഞ്ഞ ഒറ്റ കിടപ്പായിരുന്നു. ഇവിടെ രാവിലെ എണീച്ചപ്പം ഇന്നലെ എങ്ങനായിരുന്നോ ക്ലൈമറ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇന്നലെ ഒരു പക്ക നല്ല ക്ലൈമറ്റ് ആയിരുന്നേ. നല്ല ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുണ്ട്, പക്ഷെ വെയിൽ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു വെതർ. പക്ഷെ ഇന്ന് നേരെ ഓപ്പോസിറ്റാണ്. രാവിലെ എണീച്ചപ്പോൾ മഴ. നമ്മൾ ഇന്നലെ കണ്ട മലയും മഞ്ഞ് കൂടിക്കിടക്കുന്ന മലയൊന്നും ഇപ്പോൾ കാണാനേ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ നല്ല തണുപ്പുണ്ട്, ഇന്നലത്തേനേക്കാളും തണുപ്പുണ്ട്. ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പം ജാക്കറ്റും ഒക്കെ എടുത്തെങ്കിലും ജാക്കറ്റൊക്കെ നമ്മൾ വണ്ടി തന്നെ ഇട്ടിട്ടാണ് പോയത്. നമ്മൾ ഈ ഹുഡി മാത്രം ഇട്ടോ, ജാക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗ്ലൗസ് മാത്രം ഇടുന്നുണ്ടല്ലേ, ഗ്ലൗസ് ഇട്ടായിരുന്നു, ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് മിക്കവാറും ജാക്കറ്റും കൂടി ഇടേണ്ടി വരും, കാരണം നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ ഉണ്ടല്ലോ, മിക്കവാറും അല്ല വേണം. ഞാൻ നിങ്ങളെ പുറത്തെ വ്യൂ കാണിക്കാവേ. ഇതാണ് പുറത്തെ വ്യൂ. നല്ല തണുപ്പെന്ന് വെച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പാട്ടോ. ഇന്നലെ കണ്ട മലയും ഒന്നുമില്ല, പിന്നെ നല്ല തണുപ്പുവാ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കണ്ട മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുവാണേ, നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ടായിരിക്കും. എല്ലാം കണ്ടപ്പോൾ കൈയൊക്കെ ഉണ്ടല്ലോ, അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അമ്മ നീ അതിനകത്തുള്ളല്ലേ? അയ്യോ അപ്പൊ നിങ്ങളോട് പറഞ്ഞു വെച്ചേ ഉള്ളൂ. അപ്പൊ സ്നോഫോൾ വരാൻ തുടങ്ങി. പെട്ടെന്ന് നോക്കിയപ്പോ സ്നോഫോൾ കേട്ടോ, വലിയ രീതിയിലുള്ള, അത് നല്ല കട്ടിയല്ലേ, കട്ടിയ മറ്റേ ഐസ് വീണ പോലെ വീണിരിക്കുക. നല്ല തണുപ്പുണ്ട്. ഞാൻ ഗ്ലൗസ് വെച്ചിട്ട് പറ്റത്തില്ല കേട്ടോ, മഴയത്തേനെ ഞാൻ പറഞ്ഞില്ലേ പറ്റുന്നില്ല. എന്റെ കൈ നല്ല കാണുന്നുണ്ടായിരുന്നു.
അത് വായിക്കൂടെ പോകാൻ പോകുന്നുണ്ട്. നല്ല മഞ്ഞ. ഞാൻ കാണിക്കാനേ സ്നോഫോള് നല്ല ഇത്തിരി ഇങ്ങനെ വീണോണ്ടിരിക്കുക. ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ. ഞാൻ കൊറേ തുള്ളി ചാടി ആശയോട്. പെട്ടെന്ന് സ്നോഫോൾ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം മഴയുണ്ട് രാവിലെ തൊട്ട്. ചുമ്മാ നോക്കി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തോണ്ടിരുന്നില്ലേ, അപ്പൊ നോക്കിയപ്പോ തോണ്ടാ സ്നോഫോള്. അയ്യോ അടുത്തോടൊക്കെ മഞ്ഞ വരുന്നുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ. അയ്യോ ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് സ്നോഫോൾ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ സ്നോ വരുന്നുണ്ട്, നല്ല രീതിയിൽ. അങ്ങനെ നമ്മൾ എവിടെയാ പോയെ? ഏതാണ് സോലൻ വാലിയോ? അവിടെ പോയി. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. നമ്മൾ പോയ ടൈം അതിന് കറക്റ്റ് ആയിരുന്നു. നമ്മൾ പോയ സമയത്ത് ഓൾറെഡി സ്നോഫോൾ ഉണ്ട്, നല്ല മഞ്ഞ്. നല്ല ടൈമായിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങി വരുന്ന ടൈം ആയപ്പോഴത്തേക്കും ആ സ്നോഫോൾ നിന്ന് കുറച്ച് ഡള്ളായിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റ്. നമ്മൾ പോയ ടൈം നല്ല അടിപൊളിയായിരുന്നു. അങ്ങോട്ട് പോയത് നഷ്ടമായിട്ടേ തോന്നിയില്ല. ഇതെന്ന് വെച്ചാൽ സോങ് വാലിയിലോട്ട് പോണതിന് മുന്നേ ആയിട്ട് വണ്ടി നിർത്തും. അപ്പം കുറേ പേര് അവിടെ തന്നെ നിന്ന് ഫോട്ടോ എടുക്കും. അവിടുന്ന് സോങ് വാലിയിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം ആ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യാനുള്ള മടി കാരണം കുറേ പേര് അങ്ങോട്ട് പോകാതെ അവിടെ തന്നെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ സോങ് വാലി തന്നെ പോകണം. ഇച്ചിരി പൈസ കൊടുത്തിരുന്നത്, എന്തായാലും പൈസ കൊടുത്ത് ചിലവ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാനേ പാടില്ല. അപ്പം നമ്മൾ 1:30 ആയപ്പം തിരിച്ച് റൂമിലെത്തി. പിന്നെ നമുക്ക് ഇങ്ങോട്ടും പോകാനില്ല. കുറേ നേരം അവിടെ കടന്നു. 2:30 വരെ ഉള്ളൂ നമ്മൾ നിൽക്കുന്ന ആ റിസോർട്ടിൽ നിന്ന് ഫുഡ് സർവീസൊക്കെ 2:30 ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഫുഡൊന്നും സർവീസ് ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും ചെറിയ ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നടന്നതാണ്. ഇപ്പോൾ ക്ലൈമറ്റ് തണുപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ? തണുപ്പുണ്ട് നല്ലതായിട്ട്. പൊരട്ട ഇച്ചിരി നല്ലതായിട്ട് കാണുന്നുണ്ട്. കണ്ടോ? ആയിന്ന് നല്ല രീതി മഞ്ഞ് പോകുന്നുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ഡേ വന്നപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുണ്ടെങ്കിൽ ഇവിടുത്തെ സമ്മർ അല്ലേ, കൈൻഡ് ഓഫ് സമ്മർ പോലെ ആയിരുന്നു. വെയിലുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സ്നോഫോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷെ രണ്ടാമത്തെ ദിവസം ഇന്ന് സ്നോഫോൾ കണ്ടപ്പം ഫസ്റ്റ് നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് സ്നോഫോൾ കാണുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന എല്ലാ ലക്ഷ്മി ഞങ്ങൾ തുള്ളിച്ചാടുമായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഓവർ എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ ആൾക്കാർ ഇതെന്ത് ഇത്രയും പട്ടിഷോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ നമുക്ക് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് സ്നോഫോൾ കാണുമ്പം അയ്യോ ഭയങ്കര സന്തോഷമായിരുന്നു. അത് പെട്ടെന്നായിരുന്നേ. രാവിലെ മഴ പെയ്യുന്നുണ്ട്, പെട്ടെന്ന് ആ മഴ മാറി സ്നോഫോൾ ഇങ്ങനെ പെയ്ത് പിന്നെ സ്നോഫോൾ ഭയങ്കരമായിട്ട് പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സോലൻ വാലി പോയപ്പോഴും അവിടെ നല്ല ഫുൾ മരങ്ങളും എല്ലാം സ്നോ കൊണ്ട് മൂടി അടിപൊളിയായിരുന്നു.
അവിടെയും സ്നോഫോളും ഉണ്ടായിരുന്നു. സ്നോ കൊണ്ട് ഓൾറെഡി ഫുൾ കവേർഡ് ആയിരുന്നു, അതിൻ്റെ കൂടെ സ്നോഫോളും കൂടെ ഉണ്ടായിരുന്നു. സ്നോ എന്തായാലും മതിമറക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. മഞ്ഞ് വീഴുന്നുണ്ട്. ഓ ഇപ്പോഴാണോ കണ്ടേ? ഞാൻ നേരത്തെ കണ്ടിച്ചാൽ കാണാൻ പറ്റത്തില്ലല്ലോ. അവിടെ നോക്കും, അവിടെ നോക്കും. ഹലോ, ഇന്ന് 21 എത്ര സമയം? 7:30 കഴിഞ്ഞു തോന്നുന്നല്ലേ? 7:30 ഇന്നലെ രാത്രിയിൽ ഇവിടെ നല്ല സ്നോഫോളായിരുന്നു. ഇവിടെ രാത്രി കറണ്ടും ഇല്ലായിരുന്നു. നല്ല സ്നോഫോൾ വെച്ചാൽ നമുക്ക് ഇരുട്ടത്ത് പോലും കാണാൻ പറ്റുന്നുണ്ട്, അത്ര ഹെവി സ്നോഫോള്. ആ ഹെവി സ്നോഫോള് കാരണം ഇന്ന് രാവിലെ ഇവിടെ ഫുൾ മഞ്ഞായിട്ട് മൂടിക്കിടക്കും കേട്ടോ. ഇന്നലെ രാത്രി ഞാനും ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ സ്നോ ഉണ്ട്. പക്ഷെ ഇന്നലെ രാത്രിയിൽ അത്രയും ഹെവി ആയിട്ടുള്ള സ്നോഫോൾ. ഇന്നലെ ഞാനും ആശ്മി കിടന്നുറങ്ങാൻ കുറച്ചേറെ ബുദ്ധിമുട്ടി. കറണ്ട് ഉണ്ടായിരുന്നില്ല. അല്ല, കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിന് മെയിൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്ററിനും ഫോൺ ചാർജ് ചെയ്യാനും വേണ്ടി മാത്രം. ഫാൻ ഉണ്ട് ഇവിടെ. ഈ റൂമിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഹീറ്റർ ഇല്ലെന്നുള്ളതാ. അയ്യോ, ഹീറ്റർ അവർ നമുക്ക് തരുവേ, പക്ഷെ അതിന് പെർ നൈറ്റ് 500 അങ്ങനെ റേറ്റ് വരുന്നത്. അതല്ലാതെ റൂമിൽ മറ്റേ സെൻട്രലൈസ്ഡ് AC പോലെ സെൻട്രലൈസ്ഡ് ഹീറ്റർ ഒന്നും ഇല്ല. ഈ റൂമിലെ എല്ലാ സാധനവും ഒടുക്കത്തെ തണുപ്പാണ്. ബെഡ്ഷീറ്റും പില്ലോയും അല്ല. നമ്മളൊന്ന് കടന്ന് ആ ഇവിടെ തന്നെ അതേ തന്നെ കടന്നൊന്ന് ചൂട് പിടിക്കണം 10 മിനിറ്റ്. അപ്പോഴേ ആ ഒരു ഏരിയ, നമ്മൾ കിടക്കുന്ന ഏരിയ ചൂടാതുള്ളൂ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും തൊട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ആശ്മി ആണെങ്കിൽ ഇന്നലെ നീ തെർമലല്ലേ ഫോട്ടോ ഇട്ടേ? അവള് തെർമലും ബോട്ടം തെർമലും അല്ല ടോപ്പ് തെർമല്, പിന്നെ അതിൻ്റെ മുകളിൽ സ്വെറ്റ് ഷർട്ട് മാത്രം. ഞാൻ ബോട്ടം തെർമല്, ഇന്നറും ടോപ്പും തെർമല്, പിന്നെ ഒരു സ്വെറ്റ് ഷർട്ട്, ജീൻസ്, ഗ്ലൗസ്, ഇതും ഇട്ടിട്ടാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത്. ആശ്മിക്ക് കിടക്കെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെയും ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു. എൻ്റെ കാലും കൈയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ പിന്നെ എങ്ങനെയൊക്കെയാണ് കിടന്നുറങ്ങി. ഇപ്പം 7:30 ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇതാണ് ഇന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യും കേട്ടോ. ഇന്ന് ഒരു 10 മണിയാകുമ്പോൾ ഡ്രൈവർ വരും. നമ്മൾ കുളുവിലൊക്കെ പോകും. പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് പുള്ളി ആ ഫസ്റ്റ് ടൈം വോൾവോയിൽ നമ്മൾ ഇറങ്ങിയില്ലേ ഇവിടെ, അവിടെ തന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇന്ന് ലാസ്റ്റ് ഡേ ആ മണാലി. ഇന്ന് ആവുന്ന അത്രയും മഞ്ഞാണ്. നിങ്ങളെ ഞാൻ വ്യൂ കാണിക്കാം. ഇതാണ് ഇപ്പോഴത്തെ വ്യൂ. കണ്ടോ, അടിപൊളിന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാ. ഇത് സത്യം പറഞ്ഞാൽ കണ്ടോണ്ടിരിക്കാൻ തോന്നും, അത്ര ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചം വരുന്നുണ്ടേ. ഇതാണ് അവസ്ഥ കണ്ടോ. ഇതിലോട്ടുണ്ടല്ലോ നമ്മുടെ സൺലൈറ്റ് ഈ മലയുടെ മേളിലോട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ വേറെ തന്നെ ഭംഗിയാ. ഫുൾ മഞ്ഞ. നമ്മുടെ ഈ ബാൽക്കണിയിലുണ്ടല്ലോ, ഇതിലൊക്കെ ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഫുൾ മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. കസേരയിലും ചേറിലും താഴെയൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഐസാട്ടോ. അത്രയും ഹെവി ആയിട്ട് സ്നോഫോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്നലെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹീറ്ററും ഇല്ലാത്തതുകൊണ്ടേ. അയ്യോ, ഇതാണ് വ്യൂ കേട്ടോ. അടിപൊളിയെ കാണാൻ. അടിപൊളിയെന്ന് വെച്ചാൽ അയ്യോ എങ്ങനെ പറഞ്ഞതല്ല, അത്ര ഭംഗിയുണ്ട് കാണാൻ ഫുൾ. പിന്നെ എനിക്കിന്ന് ഈ മല കാണാൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഡേ 1 വന്നപ്പോൾ ഈ മല നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്നലെ മോർണിംഗ് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതല്ല, പക്ഷെ ഇന്ന് നല്ലതായിട്ട് കാണാം. ഇന്ന് ഫുൾ നല്ല വ്യൂ ഉണ്ട്, ഫുൾ സ്നോഫോൾ. അപ്പം യെസ്, എനിക്കൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പിൽ നമ്മൾ പണ്ട് ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കൊക്കെ വാങ്ങിക്കുമ്പം അതിൽ കാണും ഈ സ്ഥലം. അതുപോലെ തന്നെ ഉണ്ട്. ഇതാണ്. ഞാനൊന്ന് പോയി കുളിക്കണം. ഈ കുളിക്കാൻ കഴിയുമ്പോൾ എല്ലാവർക്കും അല്ല, പക്ഷേ ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അതിനായിട്ട് വീഡിയോ എടുക്കുന്ന പ്ലാനുണ്ട്. ഇന്നലെ നിങ്ങൾ ഈ വഴി ഞാൻ കാണിച്ചു തന്നിട്ട് അറിയത്തില്ല. ഇന്നിപ്പോൾ മഞ്ഞ് പെയ്തിട്ടുണ്ട് ഫുൾ. ഒന്നും ഇട്ടില്ല, ഗ്ലൗസ് ഒന്നും ഇട്ടില്ല കേട്ടോ. റൂമിലാണ് ഏറ്റവും നടക്കുക. ഞാൻ പറഞ്ഞില്ലേ വ്യൂ കാണിക്കാതെ. ആശ്മിയാണ് പോകുന്നത്. ആ അറിയില്ല, ചുമ്മാ ആയിരുന്നു. ഒരു രീതിയില ഗ്ലൗസ് പോലും ഇടാതെ മനുഷ്യൻ നിൽക്കുന്നേ. തണുപ്പ് അറിയുന്നില്ല, കാരണം നമുക്ക് വെയിലുണ്ട്, അതുകൊണ്ടാണോ അറിയത്തില്ല. ആ ഞാനതാ ഇപ്പൊ പറഞ്ഞേ, റൂമിൽ കയറുമ്പോ എന്തുവാ പറ്റുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ഡാൻസ് കളിക്കാൻ പോണേ. ഡാൻസ് കളിക്കാനുള്ള ഷൂട്ട് ചെയ്യാനുള്ള ഹെൽപ്പ് വേണം. അപ്പം നമ്മൾ കുറച്ച് മലയാളി പയ്യന്മാർ
വിളിച്ച്, വേറെ വഴിയില്ല. യെസ്, ചെറുതായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ പേര് തന്നെ, ആർദ്ര ജെ നായർ. ജെ നായർ. ഒരു 43K. ഇല്ല, ഞാനിപ്പോ ഇത് ആക്റ്റീവല്ല. ഞാൻ നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്തു ഗൈസ്. നമ്മളെ കഷ്ടപ്പെട്ട് കൈ ഒടിഞ്ഞ് ഒക്കെ സെറ്റ് ചെയ്ത് വീഡിയോ എടുത്തു. ചിലപ്പോ വരും. ഒരു ഹായ് വന്നോ? ഒരു ഹായ് കൊടുക്കൂ. റൂമിലെത്തി. ഇനി പെട്ടെന്ന് പോയി ചേഞ്ച് ചെയ്യണം. സമയമില്ല. ഓൾറെഡി 10 മണിക്കായിരുന്നു ഡ്രൈവർ പിക്കപ്പിന് ഇരുന്ന് പറഞ്ഞാൽ. ഞങ്ങളത് വിളിച്ചിട്ട് 11 മണിക്കാക്കാമെന്ന് ചോദിച്ചു. കാരണം നമുക്ക് ഇതിന് സമയം എടുക്കാൻ അറിയായിരുന്നു. 11 മണി ആയില്ല. ഇപ്പം ഞങ്ങൾ കുറച്ച് പാക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ചെന്ന് ചേഞ്ച് ചെയ്യാം, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വെക്കാനുള്ള അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മണാലിയിൽ പോവാണ്. ബാഗ് പാക്ക് ചെയ്ത് സെറ്റാക്കിയതേ. ഈ റൂം നിങ്ങളെ കാണിച്ചില്ലായിരുന്നല്ലോ, ഇതായിരുന്നു ബെഡ്. ഇങ്ങനെയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. വന്ന് കഴിഞ്ഞ് കാണിക്കാൻ വരുന്ന പോലെ അല്ലായിരുന്നു. ഇപ്പം ഏകദേശം കുറച്ചൊക്കെ കാണിക്കാൻ വരുന്ന പോലെ. അങ്ങനെ നമ്മുടെ മല എല്ലാം പോയി. ടാറ്റാ. ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്ന ഈ വ്യൂ ആ. കറക്റ്റ് ഈ കട്ടിലേന്ന് കാണുമ്പോൾ ഈ ഒരു വ്യൂ ആയിരുന്നു. എന്റെ ദൈവമേ. അപ്പൊ ഹായ്, ടാറ്റാ. ചേട്ടനാണെങ്കിൽ ഡ്രൈവിംഗില് അമ്മാതിരി ഡ്രൈവ് ചെയ്യാം. ഇതിൽ ആ പണി വണ്ടി ഞങ്ങള് 2 പെമ്പിളായിട്ടുള്ള അവരെങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മളവിടെ കണ്ട മലയുടെ ഒപ്പൊത്തി അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ച് നല്ല ദൂരം പോണായിരുന്നു. ഇതാണ് നമ്മുടെ ഡ്രൈവറായിട്ട്. പുറകിൽ ആരൊക്കെയോ ഇരിപ്പുണ്ട്. ഞങ്ങള് 2 പെൺപിള്ളേര് മാത്രം ഈ വണ്ടിയിലുണ്ട്. അവരെങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് പറയുന്നത്. പാരാഗ്ലൈഡിംഗ് ആന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞ് കൊണ്ടുപോകണം. ഇപ്പൊ കൊറേ ആയി. മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. 10 കിലോമീറ്റർ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. 10 കിലോമീറ്റർ എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അങ്ങനെയാ. അങ്ങനെ എത്തിയിട്ട് കാണാം അല്ലേ. ആശ്മിക്ക് ചെറിയ പേടിയുണ്ട്. ചെറുതല്ല, നല്ല പേടിയുണ്ട്. കുറച്ച് നല്ലതായിട്ട് പേടിയുണ്ട്. അതിങ്ങനെ അവര് പാരഷൂട്ടിൽ ഇങ്ങനെ പോണ കണ്ടിട്ട് ആശ്മി പേടിച്ചായിരുന്നത്. ഏയ് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ഇവിടെ ഒരാൾ വിറച്ച് പേടിച്ച് വരണില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുക. നോക്കൊന്നുമില്ല, ജസ്റ്റ് ചിരുന്ന് കൊടുത്താൽ മതി. അതിനും വയ്യേ. അതിനെന്താ നല്ല രസമാ. നീ റിഗ്രറ്റ് ചെയ്യും. സത്യമായിട്ടും എന്തായാലും പോണം. അങ്ങനൊന്നും ഇല്ല. നമ്മള് പോയിട്ടിരിക്കുന്നത് വേറെ സ്ഥലത്താണെന്നു ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ അല്ല ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ പോയിട്ട്
ഗായ്സ് നമ്മുടെ മണാലി ട്രിപ്പ് ഓൾമോസ്റ്റ് അവസാനിക്കാറായിരിക്കും. ഓൾമോസ്റ്റ് അല്ല, അവസാനിച്ചപ്പോൾ അരമണിക്കൂറിൽ ബസ് വരും, ബസ് കയറിയ ടാറ്റ ബൈ ബൈ, പിന്നെ ഡൽഹിയിൽ അല്ലേ? നീ ഡൽഹി വെച്ച് കാണും. അതെ അതെ. വൈകുന്നേരം സഞ്ജയ് ഭയ്യ, ഇതാണ് നമ്മുടെ ക്യാബ് ഡ്രൈവർ സഞ്ജയ്. ഹായ് പോലും പയ്യ. പുള്ളി നല്ല നമ്മള് പറയണതൊന്നും മനസ്സിലാവില്ല. മലയാളം തീരെ അറിയത്തില്ല, ഞാൻ പറഞ്ഞത്. അതെ. അച്ഛാ പയ്യ ആശ്മയുടെ ഹിന്ദി. പുള്ളി നമ്മളുടെ എല്ലായിടത്തും അല്ലേ ക്ഷമയോടെ. പുള്ളി റൂമിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ അരമണിക്കൂർ വെയിറ്റേ ഇറങ്ങത്തുള്ളൂ, എന്നാലും പുള്ളി വെയിറ്റ് ചെയ്ത് നിന്ന്. നമ്മള് വിളിച്ചു 10 മണിക്ക് വരണം, പുള്ളി കറക്റ്റ് 10 മണിക്ക് 10:30 ഇറങ്ങുന്നത്. അപ്പം താങ്ക് യു ഭയ്യ, ബൈ. നമ്മളിവിടെ വെയിറ്റിംഗ്, ബസ് വരും. അങ്ങനെ നല്ലതായിരുന്നു അല്ലേ? സ്നോഫോളും എല്ലാം കണ്ടു. അപ്പൊ ഇനി ടാറ്റ മണാലി. അപ്പോൾ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. വന്നിട്ട് വീഡിയോ എൻ്റെ ചെയ്യുന്ന മുന്നോട്ട് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഞാൻ പോയ ഏജൻസിയും പിന്നെ പാക്കേജിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞേക്കാം, ചിലപ്പോൾ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയാലോ. ഞാൻ പോയിട്ടുണ്ടായിരുന്ന യെലാഗോ ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസി ത്രൂ ആയിരുന്നേ. അപ്പം ഇവരുടെ പാക്കേജ് വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിൽ നമ്മളെ പിക്ക് ചെയ്യും, മണാലിയിലെത്തും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. 3 ഡേയ്സും 2 നൈറ്റും ആയിരുന്നു വരുന്നത്. പിന്നെ ഞങ്ങൾ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്, 2 ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പെർ പേഴ്സൺ 5,000 എന്നുള്ള ഒരു പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് ഇതിൽ കുറഞ്ഞ റേറ്റിലും പാക്കേജ് അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവരുടെ ഏജൻസിയിൽ നിന്ന് ഷമീർ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് പുള്ളിയായിരുന്നു. പുള്ളി നമ്മളെപ്പോൾ വിളിച്ചാലും പുള്ളി അവൈലബിൾ ആയിരുന്നു കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാട്സപ്പിലാണെങ്കിലും ശരി, കോളിലാണെങ്കിലും ശരി, ഞങ്ങളെപ്പോൾ വിളിച്ചാലും പുള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ് തൊട്ട് പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും അത് കഴിഞ്ഞ് ഞങ്ങൾ മണാലിയിൽ എത്തിയപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെൺകുട്ടികൾ മാത്രം പോകുന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ക്ഷമയോട് അതെല്ലാം പറഞ്ഞും തരുന്നുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് ക്യാബ് ഉണ്ട്, ക്യാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് റൂമിൽ വരും ക്യാബ് ഡ്രൈവർ, പിക്ക് ചെയ്യാനായിട്ട് വരും, നമ്മുടെ സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിക്കും, തിരിച്ച് റൂമിൽ ഡ്രോപ്പ് ചെയ്യും. അതൊന്നും എക്സ്ട്രാ പേയ്മെൻറ്റ് ഇല്ല, അതൊക്കെ ഈ പാക്കേജിൽ തന്നെ വരുന്നത്. പിന്നെ ഹോട്ടലിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഫുഡും പാക്കേജിൽ തന്നെ വരുന്നതാണ്. അതല്ല നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ പുറത്തെ ഫുഡ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പം എൻട്രൻസ് ഫീ അതൊക്കെ. അതല്ല നമുക്ക് മേജർ 2 എക്സ്പെൻസ്, മെയിനായിട്ടൊരു എക്സ്പെൻസ് വന്നത് ഒന്ന് വന്നിട്ട് സൊലാങ് വാലി വെച്ചിട്ടായിരുന്നു. സൊലാങ് വാലിയിലും പിന്നെ പാരാഗ്ലൈഡിങ്ങും ആണ്. ഇവിടെ ആയിരുന്നു മെയിനായിട്ടുള്ള ഒരു എക്സ്പെൻസ് വന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഓഫ് സീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് സീസൺ അല്ലെങ്കിൽ പോലും നമുക്ക് ബാർഗെയിൻ ചെയ്യാം അവിടെ കേട്ടോ. അവരൊരു എമൗണ്ട് പറയും, അതിൽ നിന്ന് നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഒരു എമൗണ്ടിൽ എത്തുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അവർ പറയുന്ന എമൗണ്ടിൽ തന്നെ ആദ്യം കയറി ഓക്കെ പറയരുത്. വേറെ ഒന്നും പറയാനില്ല, ബേസിക്കായിട്ട് ഇത്രയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പം ഏജൻസിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഇട്ടേക്കാം. പിന്നെ ക്യാബ് ഡ്രൈവർ, ഞങ്ങളുടെ ക്യാബ് ഡ്രൈവർ പുള്ളിയുടെ പേര് സഞ്ജയ് എന്നായിരുന്നു. പുള്ളി അത്യാവശ്യം നല്ലൊരു ഡ്രൈവർ ആയിരുന്നു കേട്ടോ, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ലൊരു ഡ്രൈവറായിരുന്നു. പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പക്ഷെ നമ്മൾ ഏജൻസി ത്രൂ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബ് ഡ്രൈവറിനെ തപ്പേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏജൻസി തന്നെ നമുക്ക് ക്യാബ് ഡ്രൈവറിനെ സെറ്റാക്കി തരും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും അല്ലാതെ മണാലി പോകുമ്പം ഏതെങ്കിലും ഡ്രൈവറിൻ്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സഞ്ജയിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നതേ ഉള്ളൂ. സഞ്ജയ് എന്നാണ് ക്യാബ് ഡ്രൈവറിൻ്റെ പേര്. അതല്ലാതെ നമ്മൾ ഏജൻസി ത്രൂ പോകുന്നുണ്ടെങ്കിൽ ഏജൻസി തന്നെ നമുക്ക് ക്യാബ് ഡ്രൈവറിനെയൊക്കെ സെറ്റാക്കി തരും, അതൊന്നും ടെൻഷനില്ല. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.